പശ്ചിമേഷ്യയിൽ നിന്നും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിയുന്നില്ല. സമാധാന ശ്രമങ്ങൾ നടക്കുന്നു എന്ന അവകാശവാദങ്ങൾ ഉയരുന്നതിനിടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ ശക്തമായ സൈനിക നീക്കങ്ങൾക്കും സമ്മർദ്ദ രാഷ്ട്രീയത്തിനും വേഗം കൂടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും യഥാർത്ഥ സമാധാനം ദൂരെയാണെന്ന് വ്യക്തമാണ്. ഇതിനിടെ സൗദി അറേബ്യയുടെ നിലപാട് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. പൊതുവേദിയിൽ സമാധാനം ആവശ്യപ്പെടുമ്പോഴും അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ യുദ്ധം തുടരാൻ ആവശ്യപ്പെടുന്ന ഇരട്ട നയമാണോ ഇത്? ഈ പശ്ചാത്തലത്തിലാണ് സൗദി കിരീടാവകാശിയും അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ റിപ്പോർട്ടുകൾ ആഗോള ശ്രദ്ധ നേടുന്നത്. ഇറാനെതിരെ സൈനിക നീക്കം തുടരാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സംഘർഷം മേഖലയെ പുനർനിർമ്മിക്കുന്നതിനുള്ള നിർണായക നിമിഷമാണെന്നും ഇറാനെതിരെ ആക്രമണം തുടരണമെന്നുമാണ് സൗദിയുടെ നിലപാട്. സംഘർഷം 4ാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ ട്രംപ് ഇറാനുമായി താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചർച്ചകൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാൻ നിലപാട്. ഇറാനെതിരെ സമ്മർദ്ദം തുടരാൻ ഈയിടെയുള്ള കൂടിക്കാഴ്ചയിൽ സൗദി കിരീടാവകാശി ട്രംപിനോട് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയെ പുനർനിർമ്മിക്കുന്നതിനുള്ള ചരിത്രപരമായ അവസരമാണ് US ഇസ്രയേൽ സൈനിക നീക്കമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ദീർഘകാലമായി ഭീഷണി ഉയർത്തുന്നുണ്ട്. നിലവിലെ സർക്കാരിനെ ഒഴിവാക്കി മാത്രമേ ഈ ഭീഷണിയെ നേരിടാൻ കഴിയൂ എന്നും സൗദി നിലപാടെടുത്തിരിക്കുകയാണ്. എന്നാൽ ഔദ്യോഗികമായി സംഘർഷത്തിനെതിരാണ് സൗദിയുടെ നിലപാട്. സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സമാധാനപരമായ പരിഹാരത്തെ പിന്തുണച്ചിട്ടുണ്ടെന്ന് സൗദി അറേബ്യ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സംഘർഷം സൗദി അറേബ്യയ്ക്ക് സാമ്പത്തിക സുരക്ഷാ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. US ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണത്തെയും എണ്ണ വിതരണത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ബാധിച്ചിരുന്നു. ഹോർമസ് കടലിടുക്ക് അടച്ചത് സൗദി, UAE, കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെയും ബാധിച്ചിട്ടുണ്ട്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതടക്കമുള്ള ശക്തമായ നടപടികളോട് സൗദി അനുകൂലമായാണ് സംസാരിച്ചത്. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ കരമാർഗമുള്ള സൈനിക നീക്കങ്ങളുടെ സാധ്യതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ സൈനിക വിന്യാസം ശക്തമാക്കാൻ US ഒരുങ്ങുന്നതായാണ് വിവരം. സേനയുടെ എലീറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ മേഖലയിലേക്ക് അയക്കാനാണ് പെന്റഗൺ ഒരുങ്ങുന്നത്. ഇറാനിലേക്ക് സൈന്യത്തെ അയക്കാൻ ഇപ്പോൾ തീരുമാനമില്ല. എന്നാൽ ഭാവിയിലെ സൈനിക നടപടികൾക്ക് സജ്ജമാവുകയാണ് ലക്ഷ്യമെന്നാണ് സൂചന. USS ബോക്സർ എന്ന ആക്രമണ കപ്പലിലും അനുബന്ധ യുദ്ധക്കപ്പലുകളിലുമായി ആയിരക്കണക്കിന് മറീനുകളെയും നാവികരെയും കഴിഞ്ഞയാഴ്ച വിന്യസിച്ചതിന് പുറമെയാണിത്.